ഹലോ ഫ്രാൻസ്, ടൈം റൈഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ കൊച്ചി ദ ക്യൂൻ ഓഫ് അറേബ്യൻ സീയുടെ കിടിലൻ കാഴ്ചകളും പിന്നെ നമ്മുടെ കൊച്ചിൻ കാറുകളുടെ കാഴ്ചകളുമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോ പാക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ KSRTC സൗത്ത് ബസ് സ്റ്റാൻഡിന് മുമ്പിലാണ് കേട്ടോ. എന്നാൽ ഇവിടെയല്ല നമ്മുടെ സീൻ. അപ്പോൾ നമ്മളിതാ ക്യൂൻ വാക്കയിലേക്ക് പോവുകയാണ്. അപ്പം നമുക്ക് കാഴ്ചകൾ കാണാം. 1.8 കിലോമീറ്റർ നീളമുള്ള നടപ്പാതയാണ് ക്വീൻസ് വേ. GIDA റോഡിന്റെ ആരംഭം മുതൽ ചാത്തത്ത് പള്ളി വരെ നീളുന്ന പൂർണ്ണമായും ഓട്ടോമേറ്റഡ് സംഗീത നടപ്പാതയാണിത്. ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് 1.5 കിലോമീറ്ററും മറൈൻ ഡ്രൈവിൽ നിന്ന് 2 കിലോമീറ്ററും അകലെയാണ് നടപ്പാത. ടൂറിസം വകുപ്പ് അനുവദിച്ച 5 കോടി രൂപ $6 ലക്ഷം ചെലവിലാണ് ഇത് സ്ഥാപിച്ചത്. സ്മാർട്ട് ഫോൺ നിയന്ത്രിത ലൈറ്റുകൾ ഉപയോഗിച്ച് നടപ്പാത പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ആണ്. സന്ദർശകർക്ക് വിശ്രമിക്കുന്നതിനായി റോഡിന്റെ മുഴുവൻ ഭാഗത്തും 120ഓളം ബെഞ്ചുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. 50 പേർക്ക് ഇരിക്കാവുന്ന ആംഫി തിയേറ്റർ, മരങ്ങൾ മനോഹരമാക്കാനുള്ള ലൈറ്റുകൾ, LED സ്ട്രിപ്പുകൾ എന്നിവ നടപ്പാതയുടെ പ്രത്യേകതകളാണ്. 21 ബുള്ളറ്റ് CCTV ക്യാമറകളുടെയും 3 നൂതന 360 ക്യാമറകളുടെയും നിരീക്ഷണത്തിലാണ് നടപ്പാത. പച്ചാളം, വടുതല എന്നിവിടങ്ങളിലെ നടപ്പാതയിലും സമീപ പ്രദേശങ്ങളിലും സംരക്ഷിത കണ്ടൽക്കാടുകളിൽ പതിവായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. തേവര കൊച്ചിയുടെ പ്രധാന ഭൂപ്രദേശത്തിന്റെ ഭാഗമാണ്. അതിന്റെ തെക്ക് പടിഞ്ഞാറ് അതിർത്തി അടയാളപ്പെടുത്തുന്നു. ഇത് പാലങ്ങൾ വഴി വെള്ളത്തിലൂടെയുള്ള പശ്ചിമ കൊച്ചിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. കുമ്പളം, നെട്ടൂർ, കടവന്ത്ര തുടങ്ങിയ സ്ഥലങ്ങളെ ജലപാത വഴി കൊച്ചി നഗരത്തിലെ മറ്റു പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്ന തേവര ഫെറിയിലേക്കും കോന്തുരുത്തിയിലേക്കുമുള്ള ഒരു ലിങ്കാണ് തേവര. കൊച്ചി നഗരത്തിലെ പ്രധാന ധമനികൾ കച്ചേരിപ്പടിയിൽ നിന്ന് ആരംഭിച്ച് തേവര ജംഗ്ഷനിൽ അവസാനിക്കുന്നു. വേണ്ടുരുത്തി പാലം കടന്ന് എറണാകുളം നഗരത്തിൽ പ്രവേശിക്കുന്ന ആദ്യ ജനവാസ മേഖലയാണ് തേവര. വാണിജ്യ കേന്ദ്രമായ MG റോഡിൽ നിന്നും സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 2.5 കിലോമീറ്റർ അകലെയുള്ള ശാന്തമായ ഒരു കടൽത്തീര പ്രദേശമാണിത്. വടക്കുകിഴക്കായി 33 കിലോമീറ്റർ അകലെയാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. എറണാകുളം സെൻട്രൽ ബസ് സ്റ്റേഷൻ തേവരയിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ അകലെയാണ്. കുണ്ടന്നൂർ വഴിയുള്ള റോഡ് കൊച്ചി ബൈപ്പാസിലേക്കുള്ള എളുപ്പവഴിയാണ്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ഹൈക്കോടതി ബോജടി ഭാഗത്താണ്. അപ്പം നമുക്കിവിടെ കുറച്ച് കൂലിക്ക് സൗത്ത് ഉണ്ടാക്കുന്ന കുറച്ച് വീഡിയോ ഒന്ന് കാണാം. എന്തായാലും നല്ല വെൽ ട്രെയിൻഡ് ടീംസാണ്. ഉണ്ടാക്കുന്ന കാഴ്ച ഒന്ന് കാണാണ്ടാവും. പൊളിയാണ്ടത്.
കേരളത്തിലെ കൊച്ചി നഗരത്തിലെ ഫോർട്ട് കൊച്ചിയിൽ എല്ലാ വർഷവും ഡിസംബർ അവസാന വാരം നടക്കുന്ന ഒരു വിനോദ പരിപാടിയാണ് കൊച്ചിൻ കാർണിവൽ. ഈ ഇവന്റ് മിക്കവാറും ഡിസംബറിന്റെ അവസാന രണ്ടാഴ്ചകളിൽ നടക്കുന്നു. ഒടുവിൽ ജനുവരി 1 അവസാനിക്കും. വാസ്കോഡ ഗാമ സ്ക്വയറിൽ ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയാണ് ഇതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം. പുതുവത്സര ദിനത്തിൽ ആനകളെ അണിനിരത്തിയുള്ള കൂറ്റൻ ഘോഷയാത്രയാണ് കാർണിവലിന്റെ പ്രധാന ആകർഷണം. ഉത്തരേന്ത്യൻ നൃത്തങ്ങൾ ഘോഷയാത്രയുടെ ഭാഗമാണ്. പോർച്ചുഗീസ്, ഗുജറാത്തി, പഞ്ചാബി, മലയാളി, കന്നഡ, അറബ്, ഡച്ച്, ആംഗ്ലോ ഇന്ത്യൻ സംസ്കാരം എന്നിങ്ങനെ വ്യത്യസ്ത സംസ്കാരങ്ങളുടെ സംയോജനമാണിത്. ബീച്ച് ബൈക്ക് റേസ്, ബീച്ച് ഫുട്ബോൾ, ഗുസ്തി, ബോക്സിംഗ്, സൈക്കിൾ റേസ്, ബുള്ളറ്റ് റേസ്, കയാക്കിംഗ്, നീന്തൽ, മാരത്തൺ റേസ് തുടങ്ങി നിരവധി മത്സരങ്ങൾ നടക്കുന്നു. കലാപരിപാടികൾ, ഫുഡ് ഫെസ്റ്റിവലുകൾ, വർണ്ണാഭമായ റാലികൾ, മേളകൾ എന്നിവ കാർണിവലിന്റെ ഉത്സവ ചൈതന്യം വർദ്ധിപ്പിക്കുന്നു. പങ്കാളിത്തം, സമാധാനം, പുരോഗതി, സാഹസികത, പരിസ്ഥിതി എന്നിവയാണ് ഉത്സവകാലത്ത് പ്രോത്സാഹിപ്പിക്കുന്ന പ്രധാന തത്വങ്ങൾ. നഗരം വെള്ള പേപ്പർ ബണ്ടിങ്ങുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് കൊച്ചിക്കോട്ട. സമാധാനത്തിന്റെയും പ്രതീകമായ എല്ലാ അലങ്കാരങ്ങളിലും വെള്ള നിറം പ്രബലമാണ്. കൊച്ചിൻ കാർണിവലിന്റെ സമയത്ത് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രം കൊച്ചിക്കോട്ടയാണ്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലാണ് ഇത് പ്രോത്സാഹിപ്പിക്കുന്നത്. 1984-ൽ കൊച്ചിയിൽ നിന്നുള്ള 3 ചെറുപ്പക്കാർ ആനന്ദ് ഫെലിക്സ് സ്കറിയ, ആനന്ദ് സൂര്യ, ജോർജ് അഗസ്റ്റിൻ തുണ്ടിപ്പറമ്പിൽ, റോയ് ആന്റണി അനൂപ് സ്കറിയ, അനൂപ് എന്നിവർ ഫോർട്ട് കൊച്ചി ബീച്ചിൽ ഒരു ബീച്ച് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. 1985 അന്താരാഷ്ട്ര യുവജന വർഷമായി ആചരിക്കുന്ന പ്രഖ്യാപനം. വിവിധ ക്ലബ്ബുകളുടെയും സംഘടനകളുടെയും 150 യുവജന സംഘങ്ങൾ അവർക്ക് പിന്തുണ നൽകി. ആദ്യ കാർണിവലുമായി ബന്ധപ്പെട്ട മറ്റു പേരുകളിൽ ചിലത് നിർമ്മൽ ജോൺ അഗസ്റ്റിൻ, രാധ ഗോമതി, അബുൽ കലാം ആസാദ്, ഫോട്ടോഗ്രാഫർ എന്നിവയാണ്. അവർ പിന്നീട് ടീമിലെ സജീവ അംഗമായിത്തീർന്നു. കൂടാതെ ആദ്യ കാർണിവലിലെ നിരവധി ചിത്രങ്ങൾ ഏകലോകം ട്രസ്റ്റ് ആർക്കൈവ് ചെയ്യുന്നു. ഫോട്ടോഗ്രാഫിക്ക് കബഡി, വടംവലി, കളരി, കുട്ടിയും കോലും, കളം വര, ഫ്ലോർ ഡ്രോയിംഗ് തുടങ്ങിയ പ്രാദേശിക വംശീയ ഗെയിമുകൾക്ക് ശേഷം 1984 ഡിസംബർ 2 വാരത്തിൽ സൈക്കിൾ ഓട്ടത്തോടെയാണ് ഈ പരിപാടി ആരംഭിച്ചത്. 1985 ജനുവരി 1 ഘോഷയാത്രയുടെ പരിപാടി അവസാനിച്ചു. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ആനകൾ അണിനിരന്ന കൂറ്റൻ റാലിയുടെ കാർണിവൽ കൊച്ചിൻ. ക്രമേണ അത് ഇന്ന് കൊച്ചിൻ കാർണിവൽ എന്ന് വിളിക്കപ്പെടുന്നതിന്റെ രൂപമെടുത്തു. ഒരു വൃദ്ധന്റെ ഭീമാകാരമായ പ്രതിമയാണ് പാപ്പാൻഹി. പാപ്പാനെ കൃത്യമായി അർദ്ധരാത്രിയിൽ കത്തിക്കുന്നത് കടന്നുപോകുന്ന ഒരു വർഷത്തിന്റെ അവസാനത്തെയും പുതുവർഷത്തെ സ്വാഗതം ചെയ്യുന്നതിനെയും സൂചിപ്പിക്കുന്നു. ഇത് എല്ലാ അസുഖങ്ങളും കത്തിക്കുകയും ഒരു പുതിയ കുറിപ്പിൽ ആരംഭിക്കുകയും ചെയ്യുന്നു. തുടർന്ന് പുലർച്ചെ വരെ നൃത്തവും സംഗീത വിരുന്നും. ഈ ആചാരത്തിന്റെ ഉത്ഭവം അവ്യക്തമായി തുടരുന്നു. ഇത് കാർണിവലിന്റെ ഭാഗമാകുന്നതിനു മുമ്പ് പ്രാദേശിക ക്ലബ്ബുകൾ പ്രദേശത്തുടനീളം പാപ്പാഞ്ഞി ആഘോഷങ്ങൾ നടത്തിയിരുന്നു. അത് കാർണിവലുമായി ലയിച്ചു. ഇതിഹാസവും വളർന്നു. പാപ്പാൻ സാന്താക്ലോസിനെ പോലെയാണ്. കാലക്രമേണ സാന്തയുടെ കോലം കത്തിക്കാൻ തുടങ്ങി. എന്നാൽ പിന്നീട് അത് ശരിയാക്കി.
ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് യൂട്യൂബ് ചാനൽ.